ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ കാലത്ത് ഒരു മാരീഡ് അല്ലാത്തൊരു കപ്പിൾ അബോർഷന് വരെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. മുമ്പൊക്കെ ഈ വിവാഹ ലൈംഗിക ബന്ധം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു വലിയൊരു കുറച്ചൽ പോലുള്ള രീതിയിലേക്കായിരുന്നു കണ്ടുവന്നത്. പക്ഷെ ഇന്നത് പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് പോകുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഗൈനക്കോളജി ഡോക്ടർ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യം, ആ ഡോക്ടർ പറയുന്നത് എന്നത് നമുക്കൊന്ന് കേട്ടുവരാം. ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ കാലത്ത് ഒരു മാരീഡ് അല്ലാത്തൊരു കപ്പിൾ അബോർഷന് വരെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം അതിൽ നിന്ന് ശരിക്കും ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ അത്. കാരണം അതിൽ നിന്ന് ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങൾ, ഒരു 4-5 വർഷമായിട്ട് ആണ് ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് കപ്പിൾ വരുന്നത്. ഒരു പുരുഷനും സ്ത്രീയും കൂടെ വരുന്നത്. അത് വളരെ കൂളായിട്ട് ഒരു ലിവിങ് ടുഗദറാണ്, ലിവിങ് ടുഗദർ, ഇത്ര നാളായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നു, അബോർഷൻ എന്നൊക്കെ പറയും. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറി. ഇപ്പം വളരെ കോമൺ ആണത്, മനസ്സിലായില്ലേ? ഇപ്പം ഞാനൊക്കെ ചിലപ്പോൾ ചോദിക്കത്ത് തന്നെ ഇല്ല, മാരീഡ് ആണോ അങ്ങനെ ചോദിക്കത്തില്ല. ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നിപ്പം ഇന്ത്യയിലെ നിയമങ്ങളും അങ്ങനെയാണ്. ഇന്ത്യയിലെ പുതിയ അബോർഷൻ ലോ അനുസരിച്ചിട്ട് നമുക്ക് 6 മാസം വരെ അബോർഷൻ ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീയുടെ മാത്രം കൺസെന്റ് മതി. ഭർത്താവോ അല്ലെങ്കിൽ ഈ ലിവിങ് ടുഗദർ പാർട്ട്ണർ ഒന്നും ആവശ്യമില്ല. ഒരു സ്ത്രീ വന്ന് എനിക്ക് അബോർഷൻ സർവീസസ് ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ നമ്മൾ ഗൈനക്കോളജിസ്റ്റുകൾ. പിന്നെ ഈ ചോദ്യത്തിനൊന്നും പ്രസക്തിയിൽ നമ്മളിതൊന്നും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം തന്നെയില്ല. അതായത് സ്വന്തം അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അബോർഷൻ എന്നുള്ള രീതിയിലേക്ക് ഇന്നിപ്പോ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിന് പിന്നീട് വരുന്ന ഒരു ഭവിഷ്യത്ത് എത്രത്തോളം ഗുരുതരമായ രീതിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പെൺകുട്ടികൾ സ്വയം ബോധവാന്മാരാകുന്നത് നല്ലതാണ്. ഇതൊരു ഡോക്ടറാണ്, ഒരു ഗൈനക്കോളജി ഡോക്ടറുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പൊ എത്രത്തോളം ഗുരുതരമായ രീതിയിലേക്കാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ സാമൂഹിക വിപത്ത് എത്രമാത്രം അതപ്പതിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു വിഷയം. ഇന്ന് പാശ്ചാത്യ സംസ്കാരം എന്നത് അത് നമ്മുടെ നാടുകളിൽ അതേപോലെ അനുകരിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ നല്ല വശങ്ങളെ ഒരിക്കലും തന്നെ നമ്മൾ പകർത്തുന്നില്ല എന്നതാണ് മറ്റൊരു വശം.